നിരവധി പ്രാസംഗികരെ ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് എത്തിച്ച പഠിതാക്കളുടെ സംരംഭമായ ലൗ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ പുതിയ പ്രോഗ്രാം എന്നെ സ്വാധീനിച്ച ഖുർആനിക വചനം. ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ സ്വാധീനിച്ച ഖുർആൻ വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സൈനബ. പടച്ചിറപ്പ് നമുക്ക് നൽകിയിട്ടുള്ള ഭൗതിക സമ്പത്തും മറ്റും സൗകര്യങ്ങളും നമ്മുടെ മരണത്തോടുകൂടി നമ്മളിൽ നിന്ന് നമ്മുടേതെല്ലാമായിത്തീരും. അതുകൊണ്ട് നാം നമ്മുടെ നാളെ ഖബറിലേക്കും നമ്മുടെ പരലോക ഗുണത്തിനും വേണ്ടി നമ്മുടെ സമ്പത്തുകൾ നമ്മൾ ചെലവഴിക്കണം. എന്നാൽ നമുക്ക് അവിടെ സുഖം കരസ്ഥമാക്കുവാൻ കഴിയും. എന്നെ സ്വാധീനിച്ച ഖുർആൻ വചനം എന്ന് പറയുന്നത്, ഞാൻ സൂറത്തുൽ ആൽ ഇംറാനിലെ ഒരു 92-ാമത്തെ വചനമാണ്. അതായത് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലം തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ മാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ ഇഷ്ടപ്പെട്ടതിൽ ചിലവഴിക്കുന്നതിന് നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയില്ല. നിങ്ങൾ എന്ത് ചിലവഴിക്കുമോ അത് എന്തും അള്ളാഹു അറിയുന്നവനാകുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനാകുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിലൊരു പാവപ്പെട്ട സ്ത്രീ വന്നപ്പോൾ എൻ്റെ ഒരു വസ്തു, അതായത് ഏറ്റവും പഴയതും നല്ലതുമല്ല ഏറ്റവും മോശപ്പെട്ട ഒരു മീഡിയം സൈസിലുള്ള ഞാൻ കൊടുത്തു. പിന്നീടാണ് ഈ ആയത്തിൻ്റെ ഗൗരവത്തെപ്പറ്റി മനസ്സിലാക്കുന്നത്. അതിന് ഓരോ ഉദാഹരണസഹിതം മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അതേ സങ്കടം തോന്നി. അന്ന് മുതൽ ഈ ആയത്ത് എൻ്റെ ഏറ്റവും നല്ലത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അത് കൊടുക്കണം. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം വന്നു. അത് നമുക്ക് എന്ത് നൽകിയാലും നമുക്കതിലൊരു നഷ്ടം വരികയില്ല എന്നും അതിന് മക്കളും കൂടുതലാണ് നമുക്ക് പണമായാലും വസ്തുക്കളും കിട്ടുക എന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായി. ഈ ആയത്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുത്ത സഹാബിയായിരുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ബൈറുഹാ തോട്ടം, മദീന പള്ളിയുടെ മുൻവശത്തുള്ള ബൈറുഹാ തോട്ടം അള്ളാഹുവിന് മാർഗത്തിൽ ദാനം ചെയ്തു. അതാണ് വഖഫായിട്ട് ദാനം ചെയ്തത്. ഇവിടുത്തെ മരണാനന്തരം ഇന്നതിനെപ്പറ്റി പല ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിലും സർവശക്തനായ അള്ളാഹു അതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവർക്ക് ദാനം ചെയ്തു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിക്കുകയും മറ്റ് പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യട്ടെ. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു ഇനി തനിക്ക് ഖൈബറിൽ കിട്ടിയ ഗനീമത്ത് സ്വത്തായ ഏറ്റവും നല്ല സ്വത്ത് അങ്ങനെ ദാനം ചെയ്തു. അതിൽ നിന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനും വലിയത് മറ്റതെന്താണ് നിങ്ങൾ കിട്ടാനുള്ളത് എന്ന് പറഞ്ഞു എന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ മദീനയിൽ ജനങ്ങൾ വെള്ളത്തിന് ദാഹിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞപ്രകാരം ഉസ്മാൻ ഗഫാർ റളിയല്ലാഹു അൻഹു ബിർ റൂമ കിണർ വില കൊടുത്ത് വാങ്ങി അതിൽ ജനങ്ങൾക്ക് കുടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുകയും ഇന്നും ജനങ്ങൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവർക്ക് അതിനുള്ള ഫലം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സയ്യിദ് ഇബ്നു ഹാരിത്ത റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്ന ഒരു കുതിരയായിരുന്നു. ആ കുതിരയെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്തു. അതിൽ നിന്ന് അവർക്ക് കിട്ടി. ഇതൊക്കെ ഇതിൽ നിന്നപ്പുറമുള്ളത് എന്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണോ അത് എന്തായാലും സത്യവിശ്വാസി ഏറ്റവും ചെറുത് ചെയ്താലും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അള്ളാഹു നമ്മെ അത്തരക്കാരുടെ കൂടെ അങ്ങനെ ചിലവഴിക്കുന്നതിന്, അങ്ങനെ സ്വർഗ്ഗം കരസ്ഥമാക്കാനുള്ള മാർഗ്ഗത്തിൽ നമ്മളെ ജീവിതം നയിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഗ്ഫിർ ലിൽ മുദ്ബിരീൻ വറഹ്മനാ യാ അർഹമർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.